ഹലോ ഫ്രണ്ട്സ്, ഈ വർഷത്തെ കാലവർഷം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. ഈ കാലവർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വലിയ പെരുമഴയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഈ വർഷം വളരെ വലിയ മഴയും ഓൾറെഡി ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞു. അപ്പം ഇതിനേക്കാളും വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുന്നെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണിതെന്നൊന്ന് അറിഞ്ഞു വെച്ചാലോ. മേഘങ്ങളിൽ നിന്നാണ് മഴ പെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം അല്ലേ. പക്ഷേ ഈ മേഘങ്ങൾ എപ്പോഴും മഴയായിട്ട് പെയ്യുന്നില്ലല്ലോ. ചില സമയത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം എപ്പോഴാണ് മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നതെന്ന് നോക്കിയാലോ. ഈ മേഘങ്ങളിൽ വളരെ ചെറിയ വെള്ളത്തുള്ളികളാണ് ഉണ്ടാകുന്നത്. ഈ നമ്മൾ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യത്തില്ലേ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു കാറ്റടിച്ചാൽ ഈ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാണാം. ചിലപ്പോൾ മഴവില്ലൊക്കെ വരുമല്ലേ അതിനകത്ത്. അപ്പോൾ അതുപോലെ അത്രയും ചെറിയ കണികകളാണ് ഇതിനകത്തുള്ളത്. അപ്പം വളരെ ചെറിയൊരു കാറ്റുണ്ടെങ്കിൽ തന്നെ ഇത്രയും ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കാറ്റത്ത് പറന്ന് കിടക്കും, താഴെ വീഴുകയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മേഘമാകുന്നത്, അതുപോലെ മഴയായിട്ട് പെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ തോടുകളിൽ നിന്നും കടലിൽ നിന്നൊക്കെ ഇങ്ങനെ വേപ്പറൈസേഷൻ വഴി ഉണ്ടാകുന്ന നീരാവി ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഉപ്പ് ലയിപ്പിക്കുന്ന പോലെ ഇതിങ്ങനെ ലയിച്ചുകൊണ്ടേയിരിക്കും. ആ ലയിച്ച് അവസാനമാകുമ്പോൾ ഇത് ലയിക്കാൻ പറ്റാത്തൊരു സാച്ചുറേഷൻ ടൈമിൽ വരും. ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നിറയെ നീരാവികൾ, കുറേ കൂടുതൽ നീരാവി ഇങ്ങനെ ലയിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ലയിച്ചത് കറക്റ്റ് അപ്പോൾ ആ സാച്ചുറേഷൻ പോയിന്റിൽ വന്ന് ഇനി ലയിക്കാൻ മേലാതെ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറയുന്നത്, തണുത്ത കാറ്റ് വീശുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ കൂടുതലായിട്ട് ലയിച്ചില്ലേ, ഈ അന്തരീക്ഷം ചൂടായതുകൊണ്ട് കൂടുതലായിട്ട് ലയിച്ച നീരാവി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളമാകും. ഇങ്ങനെ വെള്ളമാകാനായിട്ട് ഇതിനൊരു പ്രതലം വേണം, എന്ന് വെച്ചാൽ ഒരു സർഫസ് വേണം. അല്ലാതെ വെറുതെ ഇതിന് വെള്ളമാകാൻ പറ്റില്ല. അപ്പോൾ താഴെയൊക്കെ ആണെങ്കിൽ ഇത് ഈ ഗ്ലാസ്, പുൽക്കൊടി ഇങ്ങനെയൊക്കെ ഉള്ള സർഫസിൽ അത് തണുത്ത് വെള്ളമാകും. ഈ രാവിലെ എണീറ്റ് വരുന്ന സമയത്തൊക്കെ ഈ പുൽക്കൊടിയിലൊക്കെ വെള്ളം ഇരിക്കുന്നത് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അത് ഈ പകലത്തെ ചൂടുള്ള അറ്റ്മോസ്ഫിയറിൽ സാച്ചുറേഷൻ പോയിന്റിൽ എത്തുന്ന ആ ഒരു നീരാവി രാത്രി തണുത്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതലുള്ള നീരാവി തണുത്ത് അതിന് കിട്ടുന്ന ഒരു സർഫസിൽ, പുൽക്കൊടിയിലാണെങ്കിലും അതുപോലെ നമ്മൾ ഈ കണ്ണുനീർത്തുള്ളിയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, അങ്ങനെ പല രീതിയിലുള്ള സർഫസിൽ അത് തണുത്തിട്ട്, അതേപോലെ ഈ ഗ്ലാസ്സുകളിലൊക്കെ ഇപ്പം കാറ് നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ നിറച്ച് വെള്ളത്തുള്ളികളൊക്കെ പറ്റിയിരിക്കുകയല്ലേ, അതൊക്കെ ഈ ഒരു പ്രോസസ്സിൽ കൂടെ വരുന്നതാണ് കേട്ടോ. എന്നാൽ ഈ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന നീരാവി പല കാര്യങ്ങൾ കൊണ്ട് തണുക്കാറുണ്ട്. ഇപ്പം മേഘം കുറച്ച് മുകളിലേക്ക് പൊങ്ങുകയാണെങ്കിൽ തണുക്കും, അതുപോലെ തന്നെ തണുത്ത കാറ്റ് വീശുവാണെങ്കിൽ തണുത്ത്, അങ്ങനെയൊക്കെ സമയങ്ങളിൽ ഇത് തണുത്തിന് വെള്ളമാകാൻ വേണ്ടിയിട്ടൊരു സർഫസ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സർഫസായിട്ട് മേളിലുള്ളത് ചെറിയ ചെറിയ പൊടിപടലങ്ങൾ മാത്രമാണ്. അത് തീരെ ചെറുതാണ്, 1 മൈക്രോമീറ്ററിലും താഴെയുള്ള പൊടിപടലങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേളിലാണ് നീരാവി കണ്ടൻസ് ചെയ്തിട്ട് അഥവാ തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ നീരാവി എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഈ ട്രാൻസ്പെറൻ്റ് ആയ നീരാവി നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ മേഘങ്ങളായിട്ട് മാറുന്ന അപ്പോഴാണ്. എന്ത് ഭംഗിയല്ലേ ഈ മേഘം കാണാനായിട്ട്. ഇത് പൊടിപടലങ്ങളും വെള്ളം കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നല്ല പ്രയാസമായിരിക്കും. മഴയുടെ ശബ്ദം കാരണം എൻ്റെ സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മേഘം ഉണ്ടാവുമെങ്കിലും ഇതിനകത്തുള്ള വെള്ളത്തുള്ളികൾ തീരെ ചെറുതായതുകൊണ്ട് അത് മഴയായിട്ട് അപ്പം തന്നെ പെയ്യല്ല, ഇതിങ്ങനെ കാറ്റിൽ പറന്ന് നടക്കും. അങ്ങനെ മഴയാകണമെങ്കിൽ ഇത് വീണ്ടും തണുക്കണം. വീണ്ടും ഈ മേഘം തണുത്താലേ ഉള്ളൂ ഇതിനകത്ത് തീരെ ചെറുതായിട്ട് കാണുന്ന മേഘത്തുള്ളികളൊക്കെ ഓരോ തുള്ളികളും ചേർന്ന് വലുതായിട്ട് മഴയായിട്ട് പെയ്യുള്ളൂ. അപ്പം മഴയാകണമെങ്കിൽ തണുത്ത കാറ്റ് വീശിയാൽ മതി. ഇപ്പോൾ പല മർദ്ദത്തിനകത്ത് വ്യത്യാസം വരുമ്പോൾ, ന്യൂനമർദ്ദം വരുമ്പോഴൊക്കെ ഒത്തിരി മഴ പെയ്യാൻ കാരണം അതാണ്. മർദ്ദത്തിന് വ്യത്യാസം വരുമ്പോഴത്തേക്കും അങ്ങോട്ട് കാറ്റ് വീശുമല്ലോ, നല്ല തണുത്ത കാറ്റ് വീശി കഴിയുമ്പോഴേക്കും ഈ മേഘം നന്നായിട്ട് തണുക്കും. തണുത്ത് കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ തുള്ളികളെല്ലാം വലിയ തുള്ളികളാകും. അതുപോലെ തന്നെ അത് മഴയായിട്ട് പെയ്യും. ഇനി മേഘങ്ങൾ വീണ്ടും മുകളിലേക്ക് ഉയരുകയാണെങ്കിലും അത് വല്ലാതെ തണുക്കും. ഇല്ലെങ്കിൽ അവിടെ ഒരു മലയുണ്ടെങ്കിൽ ഈ കാറ്റ് വീശുന്ന കൂട്ടത്തിൽ ഈ മേഘം കൂടെ കാറ്റിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മല വന്നിട്ട് ഈ കാറ്റിനെ തടയുമ്പോൾ ഇത് മേളിലേക്ക് ഉയരുമല്ലോ ആ ഒരു മലയുടെ സൈഡിൽ കൂടെ. അപ്പോൾ ഈ മേഘം ഉയർന്നു പോയിട്ട് പെട്ടെന്ന് തണുത്തിട്ട് അങ്ങനെയൊക്കെ ഇത് മഴയായിട്ട് പെയ്യും. അപ്പോൾ ഈ താഴേക്ക് വീഴാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും വീണ്ടും മറ്റ് തുള്ളികളുമായിട്ട് യോജിച്ച് അതിൻ്റെ വലിപ്പം കൂടി മഴയായിട്ട് വേഗം പെയ്യാൻ തുടങ്ങും. വലിപ്പം കൂടുന്തോറും സ്പീഡും കൂടും. അങ്ങനെ ഇതാണ് ഒരു സാധാരണ മഴയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആലിപ്പഴം പെയ്യുക, അതുപോലെ മേഘസ്തംഭം എന്നൊക്കെ പറയുകയല്ലേ, അതൊക്കെ എങ്ങനെ വരുന്നെന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് ഇത് തന്നെയാണ്. ഇങ്ങനെ മേഘത്തുള്ളികൾ വന്നിട്ട് മേഘം ഉണ്ടായി.
അപ്പോൾ ഈ മേഘം ഉണ്ടാകുന്നത് വളരെ ഉയരത്തിൽ വെച്ചാണെങ്കിൽ ഇപ്പം സാധാരണ നമുക്ക് ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുക മാത്രമല്ല പിന്നെയും നല്ലപോലെ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടി വരുമെന്നറിയാം. അപ്പം ഇങ്ങനെ മേഘം ഉണ്ടാകുന്ന വളരെ തണുത്ത പ്രതലത്തിലാണെങ്കിൽ ഈ നീരാവി നേരെയായിട്ട് ഐസായിട്ടായിരിക്കും മാറുന്നത്, വെള്ളത്തുള്ളികളായിട്ട് മാറാതെ കൊച്ചു ഐസായിട്ടാണ് മാറുന്നത്. അപ്പം ഈ ഐസ് പിന്നെ കൂടിച്ചേർന്നിട്ട് വലിയൊരു ഐസ് കട്ടയായിട്ട് മാറുകയും അങ്ങനെ ആലിപ്പഴമായിട്ട് പെയ്യുകയും ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ ആലിപ്പഴം പെയ്യുന്നതിനകത്തെ രഹസ്യം. ഉയരം കൂടുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് നീരാവി ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് നീരാവി നിറഞ്ഞൊരു വലിയ മഴമേഘം ഉണ്ടാവുകയെന്ന് വെച്ചോ. ഇതിൽ നിറയെ ചെറിയ വെള്ളത്തുള്ളികളുണ്ട്. സാധാരണ കൂടുതൽ വെള്ളത്തുള്ളികളുണ്ടെന്ന് ഓർത്തോണേ. അപ്പോൾ അങ്ങനെ ഇത് മഴയായിട്ട് പെയ്യാതെ പാറി നടക്കുവാണ് ഒരു സ്ഥലത്ത് കൂടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മേഘം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വളരെ പെട്ടെന്ന് ഒറ്റയടിക്ക് തണുക്കുകയോ അല്ലെങ്കിൽ ഇപ്പം അതൊരു മലയുടെ സൈഡിൽ കൂടെ പോയിട്ട് കാറ്റിന് ഒപ്പം ഇത് വളരെ പൊക്കത്തിലേക്ക് പെട്ടെന്ന് പൊങ്ങി പോവുകയാണെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ വളരെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തണുക്കും. അപ്പോൾ അതുപോലെ നല്ല പോലെ തണുത്ത ഒരു കാറ്റ് വളരെ പെട്ടെന്ന് ഇതിനകത്തോട്ട് വീശുവാണെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ തുള്ളികളും കൂടെ ഒന്നിച്ച് താഴേക്ക് വീഴാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്ത് ഈ മേഘത്തിലുണ്ടായിരുന്ന മുഴുവൻ വെള്ളം കൂടെ ഒന്നിച്ച് വീഴും. അപ്പം അത്രയും വെള്ളം ഒന്നിച്ച് വരുമ്പോഴത്തേക്കും അത് ആ ഒരു ചെറിയ പ്രദേശത്തോട്ട് തന്നെ പെട്ടെന്ന് അത്രയും വെള്ളം മഴയായിട്ട് പെയ്യും. അപ്പോൾ അത്രയും വെള്ളം ഒന്നിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വെള്ളക്കെട്ടാവുകയും അതുപോലെ പെട്ടെന്ന് തന്നെ ഒരു വെള്ളപ്പൊക്കം വരാനും സാധ്യതയുണ്ട്. അതാണ് വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ മേഘസ്തംഭമാണെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും മഴ പെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ. പിന്നെ ഉരുളുപൊട്ട് പോലുള്ളത് നമുക്കറിയാം, താഴെ നിന്നുള്ള വെള്ളം പൊട്ടി വരുന്നതാണെന്ന്. അപ്പം ഈ മഴക്കാലത്ത് കരുതാവുന്ന എല്ലാ കരുതലും എടുക്കുക. കുഞ്ഞുങ്ങൾ അസുഖം വരാതെ നോക്കുക, പ്രിക്കോഷൻസ് എടുക്കുക. ദേഹമൊക്കെ എപ്പോഴും ചൂടാക്കി വെക്കാൻ ശ്രമിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം മുറുക്കി പിടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് കാണുന്നത് വരെയും ബൈ.